ിനുള്ളിൽ ബാഴ്സ വലയിലേക്ക് എംബാപ്പെ അടിച്ചു കയറ്റിയത് 2 ഗോളുകൾ. പ്രതിരോധ നിരയുടെ ദൗർബല്യം ആ 2 ഗോളുകളും വ്യക്തമാക്കി തന്നു. സാധാരണഗതിയിൽ ഒരു ഹൈപ്രഷർ മാച്ചിന്റെ വിധി തീരുമാനമാകാൻ അത് മാത്രം മതി. പക്ഷേ റയൽ കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ മുഖം അധികം തെളിഞ്ഞില്ല. ബാഴ്സ ആരാധകരുടെ മുഖം അധികം വാടിയതുമില്ല. കാരണം എതിരാളികൾ ഹാൻസി ഫ്ലിക്കിന്റെ ബ്ലോഗരാനയാണ്. കൊള്ളുക, കൊടുക്കുക, വീണ്ടും കൊടുക്കുക, ഗിവ് ആൻഡ് ടേക്ക്, അതാണ് അതിൻ്റെ ഒരു ലൈൻ. രാവണപ്രഭുവിലെ മോഹൻലാൽ ഡയലോഗ് പോലെയാണ് ഈ ടീം. വേലിയേറ്റത്തിന് മുമ്പായി കടൽ പിന്നിലോട്ട് വലിയും, പിന്നീടത് സംഹാര താണ്ഡവമാടി കരയിലേക്ക് അടിച്ചു കയറും. ഏതാണ്ട് ഇതുപോലെയായിരുന്നു ഇന്നലെ ബാഴ്സ. 15 മിനിറ്റിനുള്ളിൽ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം ബാഴ്സ ഒരു വരവ് വന്നു. പിന്നീട് എസ്റ്റാഡി ഒളിമ്പിക് സ്റ്റേഡിയം കണ്ടത് ഒരു കറ്റാലൻ സുനാമിയായിരുന്നു. റയൽ ആരാധകരുടെ നെഞ്ചിലെ തീ ആളിക്കത്തിയ നിമിഷങ്ങൾ. 17-ാം മിനിറ്റിൽ ലെമീൻ യമാൽ ബോക്സിന് കാതങ്ങൾ വെളിയിൽ നിന്നും ഒരു ഷോട്ട് തീർത്തു. തിബോ കോർട്ടോ കഠിന പരിശ്രമത്തിലൂടെയാണത് തട്ടിയകറ്റിയത്. അതൊരു സൂചനയായിരുന്നു. 2 മിനിറ്റുകൾക്ക് ശേഷം ബാഴ്സയുടെ ആദ്യ മറുപടി എത്തി. ഡാനി ഒൽമോയുടെ കോർണർ കിക്കിന് എറിക് ഗാർഷ്യ തലവെക്കുന്നു. സ്കോർ 2-1. പിന്നെയും തുടർ ആക്രമണങ്ങൾ, തുടരെയുള്ള കോർണറുകൾ. മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു കറ്റാലന്മാർ. വൈകാതെ 31-ാം മിനിറ്റിൽ അത് സംഭവിക്കുന്നു. പോസ്റ്റിന്റെ ഇടതുമൂലയിൽ നിന്നും റയൽ പ്രതിരോധ നിരയെയും തിബോ കോർട്ടോ എന്ന ടോപ്പ് ക്ലാസ് ഗോൾ കീപ്പറെയും സാക്ഷിയാക്കി യമാലിന്റെ ക്ലാസ് ഫിനിഷ്. അസാധാരണ പൊസിഷനിൽ നിന്നുള്ള യമാലിന്റെ മറ്റൊരു അസാധാരണ ഗോൾ. സ്കോർ 2-2 ഒപ്പത്തിനൊപ്പം. റയലിനെ അടുത്ത ആഘാതത്തിന് 2 മിനിറ്റുകളുടെ അകലം മാത്രം. പെട്രിയുടെ പന്ത് സ്വീകരിച്ച് റഫീഞ്ഞ അത് വലയിലേക്ക് തൊടുക്കുന്നു. തങ്ങളുടെ കപ്പൽ നേരിടുന്നത് ഒരു കൊടുങ്കാറ്റിനെയാണെന്ന് ഓരോ റയൽ ആരാധകനും അതോടെ മനസ്സിലാക്കി തുടങ്ങി. ഈ പ്രതിരോധ നിരക്കത് താങ്ങാനാകില്ലെന്നവർക്ക് മനസ്സിലാക്കി തുടങ്ങി. സെർജിയോ റാമോസും പെപ്പയും മുതൽ റൂഡിഗർ വരെ നീളുന്ന തങ്ങളുടെ വിശ്വസ്തരായ നാവികന്മാരുടെ മുഖം അവരുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. ആദ്യ പകുതി തീരാനിരിക്കെ റഫീഞ്ഞ ഒരിക്കൽ കൂടി റയലിനെ അടിച്ചു. ലൂക്കാസ് വാസ്കസിന്റെ കാലിൽ നിന്നും പന്ത് റാഞ്ചി ഫെറൻ ടോറസിന് നൽകുന്നു. ടോറസ്